ഇന്ത്യയുടെ അഭിമാനം അഭിനന്ദ് വർത്തമാനോട് പാകിസ്ഥാൻ കാണിച്ചത് ക്രൂരമായ പീഡനങ്ങളെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അഭിനന്ദനോടുള്ള പെരുമാറ്റം പാകിസ്ഥാൻ വളരെ മാന്യമായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ നിർബന്ധിച്ചെടുപ്പിച്ച വീഡിയോ സോഷ്യൽ മീഡിയകളിൽ തന്നെ വൈറലായിരുന്നു. ഇന്ത്യയുമായുള്ള സമാധാനത്തിന്റെ സൂചനയാണ് പാകിസ്ഥാന്റെ പിടിയിലായി 60 മണിക്കൂറിന് ശേഷം പാകിസ്ഥാൻ തന്നെ അഭിനന്ദിനെ മോചിപ്പിച്ചതെന്ന് സൂചിപ്പിച്ചതും. ആദ്യ 24 മണിക്കൂറിൽ വിംഗ് കമാൻഡർ അഭിനന്ദ് വർത്തമാനെ കടുത്ത പീഡനം അനുഭവിച്ചതായാണ് ഇപ്പോൾ തെളിയുന്ന വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതിനായി മണിക്കൂറുകളോളം നിർത്തിച്ചുവെന്നും ഉറങ്ങാൻ അനുവദിച്ചില്ലെന്നും ഉച്ചത്തിൽ പാട്ടുവച്ചുവെന്നും ഒക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടിച്ചതായും സൂചനകളുണ്ട്. ഡൽഹിയിൽ സൈനിക ആശുപത്രിയിൽ നടന്ന ഡീബ്രീഫിംഗിനിടെയാണ് അഭിനന്ദൻ ഇക്കാര്യങ്ങൾ സേനാ മേധാവികളോട് വിശദീകരിച്ചത്. ശത്രു രാജ്യത്തിന്റെ പിടിയിലാവുന്ന സൈനികർ ഇന്ത്യയുടെ സൈനിക വിന്യാസത്തെക്കുറിച്ചും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന റേഡിയോ ഫ്രീക്വൻസിയെക്കുറിച്ചും ആദ്യ 24 മണിക്കൂറെങ്കിലും മിണ്ടരുതെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഈ സമയത്തിനുള്ളിൽ റേഡിയോ ഫ്രീക്വൻസിയിലും സൈനിക വിന്യാസത്തിലും മാറ്റം വരുത്താനാണിത്. വലിയ തോതിലുള്ള പീഡനത്തിനിരയായിട്ടും അഭിനന്ദൻ നിർദ്ദേശം അക്ഷരം പ്രതി പാലിച്ചു എന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്ന വിവരങ്ങളും. തടവിലുണ്ടായ 60 മണിക്കൂറിൽ കുറച്ചുനേരം മാത്രമേ അഭിനന്ദ് പാക് വ്യോമസേന ചോദ്യം ചെയ്തിരുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ കരസേനയുടെ കസ്റ്റഡിയിലായിരുന്നു. അഭിനന്ദിനെ തടവിലാക്കിയതിന് നേരെ അന്താരാഷ്ട്ര പ്രതിഷേധം പല സ്ഥലങ്ങളിൽ നിന്ന് ഉയരുന്ന വേളയിലാണ് അഭിനന്ദിനെ പാകിസ്ഥാൻ ഇത്രത്തോളം പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. നല്ല രീതിയിലാണ് തടവുകാരനോട് പെരുമാറിയതെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ സമാധാനപരമായ വീഡിയോകൾ പ്രചരിപ്പിച്ചത്. ഇന്ത്യയുടെ അഭിമാനമായിരുന്നു അഭിനന്ദ് വർത്തമാൻ. അഭിനന്ദിനെ ഒരു തരത്തിലും പീഡിപ്പിച്ചില്ല എന്ന് പാകിസ്ഥാൻ തന്നെ പലതവണ വ്യക്തമാക്കിയിരുന്നു. രാജ്യാന്തര സമ്മർദ്ദം നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിനന്ദിനെ വിട്ടയക്കാൻ തന്നെ പാകിസ്ഥാൻ തീരുമാനിച്ചത്. എന്തായാലും അഭിനന്ദിനെ പാകിസ്ഥാൻ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ ഇത് ഏത് തരത്തിലാവും ഇനി പാകിസ്ഥാനോട് നിലപാട് വ്യക്തമാക്കുന്നത് എന്ന് തന്നെയാണ് വരുന്ന മണിക്കൂറുകളിലും കാത്തിരിക്കേണ്ടത്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ F-16 നീക്കുമ്പോഴാണ് അഭിനന്ദൻ പ്രത്യാക്രമണം നടത്തിയത്. ഇതിനിടെയാണ് വിമാനം തകർന്നതും പാക് അധിനിവേശ കാശ്മീരിലേക്ക് അഭിനന്ദൻ ചെന്നുപെടുന്നതും. എന്തായാലും അഭിനന്ദിന്റെ ഈ വെളിപ്പെടുത്തൽ പാകിസ്ഥാനെ ഇപ്പോൾ ഏറെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. അതിക്രൂരമായി അഭിനന്ദൻ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും. അഭിനന്ദൻ പിടിയിലായ സമയത്ത് അഭിനന്ദനെ വിട്ടുതരണമെന്ന് ഇന്ത്യയുടെ ആവശ്യം യുദ്ധം അവസാനിപ്പിച്ചാൽ അഭിനന്ദനെ വിട്ടുതരാം എന്ന തരത്തിൽ വിലപേശൽ വരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഒരു വിലപേശലും ഞങ്ങളോട് ചിലവാകില്ല, ജനീവ കരാർ നിയമം പാകിസ്ഥാൻ ലംഘിച്ചാൽ അതിന് തക്ക നടപടി ഇന്ത്യ സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് തന്നെയാണ് അഭിനന്ദിനെ പാകിസ്ഥാൻ 60 മണിക്കൂറിന് ശേഷം വിട്ടയച്ചത്. എന്തായാലും ഇന്ത്യയുടെ അഭിമാനം ചരിത്രത്തിൽ എഴുതപ്പെട്ട പേരാണ് ഇപ്പോൾ അഭിനന്ദ് വർത്തമാൻ. ആ അഭിനന്ദ് വർത്തമാനെയാണ് പാകിസ്ഥാൻ തടവിലാക്കിയതിനു ശേഷം ഇത്രത്തോളം പീഡനത്തിന് ഇരയാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് ഇന്ത്യ ഇനി എങ്ങനെ കാണും? എന്തായിരിക്കും ഇന്ത്യക്ക് ഇനി പാകിസ്ഥാനോട് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്? സമാധാനം തരുമെന്ന് മോദിയോട് ഇമ്രാൻഖാൻ കെഞ്ചിയിട്ടും ആദ്യം ഞങ്ങളുടെ വിംഗ് കമാൻഡറെ വിട്ടുതരൂ എന്നിട്ട് ആലോചിക്കാം എന്നുള്ള മോദിയുടെ വാക്കുകളും പ്രസക്തമായിരുന്നു. എന്തായാലും ഇന്ത്യ തിരിച്ചടിച്ചു. ആ തിരിച്ചടിയിലാണ് അഭിനന്ദ് വർത്തമാൻ എന്ന ധീര പോരാളി പാകിസ്ഥാന്റെ കൈകളിലാകുന്നത്. പോയതുപോലെ തന്നെ പാകിസ്ഥാൻ അഭിനന്ദിനെ തിരിച്ചുവിട്ടു എന്നുള്ള വാർത്തകളാണ് ആ സമയങ്ങളിലെല്ലാം മുന്നിട്ട് നിന്നതും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പാകിസ്ഥാൻ എന്നെ പീഡിപ്പിച്ചു, പാകിസ്ഥാനിൽ നിന്ന് ഏറെ പീഡനങ്ങൾ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് അഭിനന്ദൻ തന്നെ പറഞ്ഞിരിക്കുമ്പോൾ ഇനി ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും പാകിസ്ഥാനോട്? ലോക രാജ്യങ്ങൾ ഇതിനെ എങ്ങനെയാവും കാണുന്നത്? ഇതൊക്കെ തന്നെയാണ് വരുന്ന മണിക്കൂറിലെ വാർത്തകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.